പുതിയ വാദം സ്വീകരിച്ചപ്പോൾ അവർക്കും സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിച്ച അതേ അപകടങ്ങൾ തന്നെയായിരുന്നു. അവർക്ക് സംഭവിച്ച 10 കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇവരിലും കാണാൻ കഴിയും. ഒന്നാമത്തെ അത് തന്നെയാണ്. അഥവാ ഒന്ന്, അല്ലാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കാം, അല്ലെ വിശ്വസിച്ചാൽ ശിർക്കല്ല എന്ന് ശബാബ് എഴുതിയ അതുവരെ സമസ്ത പറഞ്ഞ അതേ വാദം മൂവാറ്റുപുഴ വെച്ച് പരസ്യമായി പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. രണ്ടാമത്തെ പോയിന്റ്, യഥാർത്ഥ മുജാഹിദ് മുഴുവൻ മുശ്രിക്കുകളായി ശിർക്കിന്റെ ആളുകളായി മുദ്രകുത്തുന്ന സാഹചര്യമുണ്ടായി. മൂന്നാമതായി പല ആയത്തുകളെയും പല ഹദീസുകളെയും അവർ ദുർവ്യാഖ്യാനിച്ചു. സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഒരു കഷ്ണം മുറിച്ചിട്ടാണ് ബാക്കി ഓതാൻ ധൈര്യം വന്നത്. ഒരു ഉദാഹരണം മാത്രമാണ്. പല ഹദീസുകളും പലതും അവർക്ക് അസ്വീകാരയോഗ്യമായി മാറി. വൈകുന്നേരമായാൽ ജിന്നുകളുടെ വ്യാപനമുണ്ട് എന്ന ഹദീസിനെ ഒരു മൗലവിയുടെ തട്ടിവിടലായിക്കൊണ്ടാണ് അഴിഞ്ഞിലം സമ്മേളന സുവനീറിൽ ലേഖനമായി വന്നത്. എന്ന ഫാത്തിഹയിലെ ഏറ്റവും മർമ്മപ്രധാനമായ തൗഹീദിന്റെ പ്രഖ്യാപനം, നിന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന ആ ആയത്തിൽ നിന്ന് മാത്രമല്ല എടുത്തൊഴിവാക്കി അള്ളാഹിനോടും തേടുന്നു, മനുഷ്യന്മാരും തേടുന്നു, മറ്റാരോടും തേടാൻ പറ്റില്ല എന്നേയുള്ളൂ എന്ന് മാത്രം ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. ആറാമത്തെ പോയിന്റ്, പിശാചിനെ പേടിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ വാദം ഉന്നയിക്കപ്പെട്ടു. ഏഴാമത്തെ പോയിന്റ്, ശിർക്കല്ലാത്ത പലതിനെയും ശിർക്കാണ് എന്ന് അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. എട്ടാമതായി എന്ന് ആ ആയത്തിന് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഓതിയ അതേ അർത്ഥത്തെ അവർക്കും അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഒമ്പതാമത്, ആയിരക്കണക്കായ ഹദീസുകളെ നിഷേധിച്ചു തള്ളിയ ആളുകളുമായി ഐക്യപ്പെടാൻ കൂട്ടുകൂടാൻ യാതൊരു മടിയുമില്ലാതെ അവരുമായി ഐക്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പത്താമതായി, ദഅവത്തിന്റെ പ്രബോധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോയി. ഇന്ന് അവർക്ക് തൗഹീദ് പറയാൻ സാധിക്കുന്നില്ല. ഇത് ദഅവാരംഗത്തില്ല. ഇന്ന് എവിടെയും അവർക്ക് ജിന്നാണ്. ഈ നാട് മുഴുവൻ ശിർക്കുമായി മുന്നോട്ട് പോകുമ്പോൾ മുദബ്ബിൽ ആലം കോഴിക്കോട്ടുകാരൻ തീരെഴുതി കൊടുക്കുമ്പോൾ അതിനെതിരെ യഥാർത്ഥ മുജാഹിദുകൾ തൗഹീദുമായി ഇറങ്ങിയാൽ, ആദർശ മുഖാമുഖമായി ഇറങ്ങിയാൽ, ആദർശ സമ്മേളനമായി ഇറങ്ങിയാൽ അവിടെയും വന്ന് പറയാൻ ഇവർക്കുള്ളതെന്ന് ജിന്ന് മാത്രമാണ്. ഈ കോൺഫറൻസിന്റെ ഭാഗമായി 500 സ്ഥലങ്ങളിൽ തസ്ഫിയ എന്ന ആദർശ പ്രഭാഷണങ്ങൾ ഇന്നേ വരെ മുജാഹിദുകൾ പ്രഭാഷണം നടക്കാത്ത പ്രദേശങ്ങളിൽ ചെന്ന് ഈ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെയും ചെന്ന് ജിന്ന് പറഞ്ഞ് സമസ്തക്കാർക്ക് വളം വെക്കാനാണ് ഇന്ന് അവർക്ക് സാധിക്കുന്നത്. ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ എല്ലാ സമയത്തുമായി ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയം പ്രബോധന വിഷയമാക്കാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത് പറയേണ്ട ഘട്ടം വന്നപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ചർച്ചക്കെടുത്തത്.